ഇപ്പം ദ്വിതീയ ഖണ്ഡിൻ്റെ പേപ്പർ 5 കാവ്യശാസ്ത്രത്തിലുള്ള 32ാമത്തെ പേജിലുള്ള 11ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. ഖണ്ഡകാവ്യ കീ പരിഭാഷ. എന്താണ് ഖണ്ഡകാവ്യം? ഖണ്ഡകാവ്യം എത്ര തരത്തിലുണ്ട്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്ന ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൽ നമ്മളൊരു പേജ് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിൻ്റെ സെക്കൻഡ് പേജ്, അതായത് 33ാമത്തെ പേജിലേക്ക് പോയാൽ ഓരോരുത്തർ ഓരോ ഡെഫിനിഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ വായിച്ചത്. ആചാര്യ വിശ്വനാഥ് പ്രസാദ് മിശ്ർ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാഗ്മയി വിമർശൻ എന്നുള്ള ഗ്രന്ഥത്തിൽ പറഞ്ഞത്, മഹാകാവ്യ കെ ഢംഗ് പർ ജിസ് കാവ്യ കി രചന ഹോത്തി ഹെ. മഹാകാവ്യത്തിൻ്റെ രീതിയിൽ ഏത് കാവ്യമാണോ രചിക്കപ്പെട്ടിരിക്കുന്നത്, പർ ജിസ്മേ പൂർണ്ണ ജീവൻ ന ഗ്രഹൺ കർക്കെ, അതിൽ സമ്പൂർണ്ണ ജീവിതത്തെ സ്വീകരിക്കാതെ ഖണ്ഡ് ജീവൻ ഹി, അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടിനെ മാത്രം, ഒരു ഭാഗത്തെ മാത്രം വിവരിക്കപ്പെടുകയാണെങ്കിൽ ഉസേ ഖണ്ഡകാവ്യ കവിത്തെ, അതിനെയാണ് ഖണ്ഡകാവ്യം എന്ന് പറയുക. സ്പഷ്ട ഹേ കി ഖണ്ഡകാവ്യം മഹാകാവ്യവും ജൈസേ ഹോത്തേ ഹുയേ. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഖണ്ഡകാവ്യം മഹാകാവ്യത്തെ പോലെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ജീവൻ കെ ഖണ്ഡ് ഭാവ് ഭാഗ് ആദി കാഹി ദ്യോതക് ഹോത്താ ഹെ. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു ഭാവം, ഒരു ഡിവിഷൻ, ജീവിതത്തിൻ്റെ ഒരു ചെറിയ ഡിവിഷൻ, ഒരു ഭാവം അല്ലെങ്കിൽ ഒരു ഭാഗം, ഇതിനെ മാത്രമേ അതിൽ വർണ്ണിക്കുകയുള്ളൂ. അതുമാത്രമേ അതിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവുകയുള്ളൂ. ഉन्होंने ഖണ്ഡകാവ്യ കെ ലക്ഷണവും പ്രകാശ് ഡാൽത്തെ ഹുയെ കഹാ ഹെ. ഈ വിശ്വനാഥ് പ്രസാദ് മിശ്ര ഖണ്ഡകാവ്യങ്ങളുടെ ലക്ഷണത്തെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏക് ഹി സർഗ് സേ യുക്ത്, ഒരൊറ്റ സർഗം എന്ന് പറഞ്ഞാൽ അധ്യായം, ഒരൊറ്റ അധ്യായം നിറഞ്ഞിട്ടുള്ള ഒരൊറ്റ അധ്യായത്തെ വച്ചുകൊണ്ട് ഏകാർത്ത് വ്യഞ്ചക്, ഒരർത്ഥം മാത്രം, ഒരു ഭാഗം ഒരു ഭാഗത്തെ മാത്രം സൂചിപ്പിക്കുന്ന സന്ധി ആദി നിയമോं की സമഗ്രതാ സേ വിരചിത്. സന്ധി, അതുപോലെ സന്ധി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കറക്റ്റായിട്ട് വാക്കുകളെ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് സന്ധി എന്ന് പറയുക. പലതരത്തിലുള്ള സന്ധികളുണ്ട്, അതൊക്കെ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തുടങ്ങിയ നിയമങ്ങളുടെ സമഗ്രതയോടുകൂടി, അതിൻ്റെ സമ്പൂർണതയോടുകൂടി രചിക്കപ്പെടുന്ന ഏക് ദേശാനുസാരി ഖണ്ഡകാവ്യ ഹോത്താ ഹെ. ഒരു ദേശത്തിന് അനുസരിച്ചിട്ടുള്ളതിനെയാണ് ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞാൽ. ഒരു പ്രത്യേക ഖണ്ഡത്തെ, ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഖണ്ഡത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതിനെയാണ് എന്ത് പറയുക? ഖണ്ഡകാവ്യം എന്ന് പറയുക. സ്പഷ്ടതഃ ഇസ് കാവ്യമേ വസ്തു സംഘടൻ തോ ആവശ്യക് ഹേ പർ സർഗ് സംഘടൻ നഹി ഹേ. ഒരു കാര്യം വ്യക്തമാണ്, ഖണ്ഡകാവ്യത്തിൽ കഥാവസ്തു ആവശ്യമാണ്, പക്ഷേ സർഗം, അധ്യായങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല എന്നാണ്. വേണമെങ്കിൽ അധ്യായം കൊടുക്കുക. അപ്പം 4ഉം 5ഉം അധ്യായമുള്ള ഖണ്ഡകാവ്യങ്ങൾ ഹിന്ദിയിലൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഏക് ഹി വസ്തു ഭാവ് ചരിത്ര വിചാർ ഏവം കാര്യ ആദി കാ ഇസ്മേ വർണ്ണൻ ഹുവാ ഹെ. ഒരൊറ്റ കഥാവസ്തു, ഒരാളിൻ്റെ ഭാവം, ഒരാളിൻ്റെ ക്യാരക്ടർ, ഒരാളുടെ ആശയങ്ങൾ, ഒരാൾ ചെയ്യുന്ന ആക്ടിവിറ്റി, ഇതിനെ മാത്രം ആ ഒരെണ്ണം മാത്രം, ആ ഒറ്റ ഒരു ഭാഗത്തെ മാത്രം ഇതിൽ വർണ്ണിക്കപ്പെടുന്നു. ഖണ്ഡകാവ്യ കെ ദോ ഭേദ് ഹെ, സംഘാത്ത് യാ ഏകാർത്ഥ് ഖണ്ഡകാവ്യ, പിന്നെ അനേകാർത്ഥ് ഖണ്ഡകാവ്യ. 2 തരത്തിലുള്ള ഖണ്ഡകാവ്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സംഘാത്ത് യാ ഏകാർത്ഥ് ഖണ്ഡകാവ്യ എന്നാണ്. അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏക് ഹി പ്രകാർ കെ ഛന്ദുമേ, ഒരേ വൃത്തം എന്താണ് നമ്മൾ ഇനി പഠിക്കും. ഒരേ അർത്ഥത്തിൽ കവിത എഴുതാനുള്ള ചട്ടക്കൂടിനെയാണ് എന്ന് പറയുക, വൃത്തം എന്ന് പറയുക. ഒരു സംഭവത്തെ, ഒരു ദൃശ്യത്തെ വർണ്ണിക്കപ്പെടുന്നു. ഒരേ വൃത്തത്തിൽ തന്നെ ഒരു സംഭവത്തെയോ ഒരു ദൃശ്യത്തെയോ വർണ്ണിക്കപ്പെടുന്നു. ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്, പഞ്ചവടിയാണ്. ഇനി ബഹുസംഘാത്ത് യാ അനേകാർത്ഥ് ഖണ്ഡകാവ്യമേ അനേക പ്രകാർ കെ ഛന്ദോമേ എന്ന മഹാകാവ്യത്തിൽ ഒരു വൃത്തമല്ല, പല ടൈപ്പ് വൃത്തങ്ങൾ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. വിവിധ ഭാവങ്ങളോടൊപ്പം ജീവൻ കെ ഏക അംശിക ചിത്രൻ ഹോത്ത, ജീവിതത്തിൻ്റെ ഒരു അംശത്തെ പറ്റി അതിൽ ചിത്രീകരിച്ചിട്ടുണ്ടാകും. മഹാകാവ്യ കെ സമാൻ ഇസ്കാ വിസ്താർ നഹി ഹോത്ത.
മഹാകാവ്യത്തെ പോലെ ഉള്ള ഒരു വിസ്താരം, ഒരു വിസ്തൃതി ഖണ്ഡകാവ്യത്തിന് ഒരിക്കലുമില്ല. സാധാരണ പറയാറുണ്ട് മഹാകാവ്യം എന്ന് പറഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള സമുദ്രത്തെ പോലെയാണ്, ഖണ്ഡകാവ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ തടാകത്തെ പോലെയാണ് എന്നുള്ളതാണ് പറയുക. ഉദാഹരണം യശോധര. അതിൽ ഒന്നിൽ കൂടുതൽ ഭാവങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വൃത്തങ്ങളുണ്ട്. പക്ഷേ ജീവിതത്തിലുള്ള ഒരു ഭാഗത്തെ മാത്രം ആയിരിക്കും അതിൽ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. മഹാകാവ്യത്തെ പോലെ അതിന് വിശാലതയും ഉണ്ടാവില്ല. യശോധര, ഉദാഹരണം യശോധരയാണ്. പാശ്ചാത്യ ധാരണ के अनुसार ഖണ്ഡകാവ്യ के लिए कोई विशेष नाम नहीं है. എന്നാൽ പാശ്ചാത്യ പണ്ഡിതന്മാർ ഖണ്ഡകാവ്യത്തിന് അങ്ങനെ പ്രത്യേകിച്ചൊരു പേരൊന്നും കൊടുത്തിട്ടില്ല. വഹ് പ്രകഥനാത്മക കാവ്യ നരേറ്റീവ് പോയട്രിക്ക് അന്തർ ആത്താ ഹെ. അതിനെ നരേറ്റീവ് പോയട്രിക്കുള്ളിലാണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ പാശ്ചാത്യ തത്വചിന്തകർ ഖണ്ഡകാവ്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് നമുക്ക് 34ാമത്തെ ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മഹാകാവ്യ സംബന്ധി പാശ്ചാത്യ और ഭാരതീയ ധാരണ കാ സംക്ഷിപ്ത പരിചയ ദീജിയെ. അപ്പോൾ നമ്മൾ കാവ്യശാസ്ത്രത്തിൽ 5ാമത്തെ പേപ്പറിലുള്ള ഖണ്ഡകാവ്യം എന്നാൽ എന്തെന്നുള്ള തൊട്ട് മുകളിലത്തെ ചോദ്യം വായിച്ചു. ഇനി 5ാമത്തെ പേപ്പറിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, മഹാകാവ്യ സംബന്ധി പാശ്ചാത്യ और ഭാരതീയ ധാരണ. മഹാകാവ്യം എന്നാൽ എന്ത്, അതിനെപ്പറ്റി പാശ്ചാത്യരുടെ അഭിപ്രായം എന്താണ്, ഭാരതീയരുടെ അഭിപ്രായം എന്താണ് എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചിലപ്പം പാശ്ചാത്യരുടെ ധാരണ എന്താണ്, അല്ലെങ്കിൽ മഹാകാവ്യം എന്നാൽ എന്ത് എന്ന് പാശ്ചാത്യർ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, അത് സെപ്പറേറ്റ് ചോദ്യം ചോദിക്കാം. പിന്നെ ഭാരതീയരുടെ കൺസെപ്റ്റ് എന്താണ്, അതും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ എസ്സേയാണ്. പക്ഷെ അത് വേറൊരു എസ്സേ ചെറുതാക്കി എഴുതിയിട്ടുണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്. അതപ്പോഴും നോക്കാം. പാശ്ചാത്യ സാഹിത്യമേ महाकाव्य का समानार्थी लगभग उसी की धारणा को स्पष्ट करने वाला शब्द है എപ്പിക്. പാശ്ചാത്യ സാഹിത്യത്തിൽ മഹാകാവ്യത്തിൻ്റെ സമാനാർത്ഥം, മഹാകാവ്യം എന്നുള്ളതിന് തുല്യമായിട്ടുള്ള ഒരർത്ഥം ഏതാണ്ട് അവരുടെ ധാരണ പ്രകാരം, അവരുടെ കൺസെപ്റ്റ് പ്രകാരം വ്യക്തമാക്കുന്ന വാക്കാണ് എപ്പിക്. എപ്പിക് എന്നുള്ളത് അവരുടെ കൺസെപ്റ്റാണ് കേട്ടോ. എപ്പിക് के समस्त विकास को देखने से महाकाव्य की बहुत सी विशेषताएं उसमें प्राप्त होती है. അപ്പോൾ അവർ എപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ എപ്പിക്കിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റും കണ്ടാൽ നമുക്ക് മഹാകാവ്യത്തിൻ്റെ ധാരാളം വിശേഷതകൾ നമുക്കതിൽ കാണാൻ പറ്റും. അരിസ്റ്റോട്ടിൽ के मत से ट्राजेडी, ദുഃഖാന്ത് നാടക് और एपिक में कुछ साम्य है. അരിസ്റ്റോട്ടിൽ നമുക്കറിയാമല്ലോ, പ്രശസ്ത തത്വചിന്തകനാണ്, ഗ്രീക്ക് തത്വചിന്തകനാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർക്കിടയിലുള്ള അല്ലെങ്കിൽ പാശ്ചാത്യർക്കിടയിലുള്ള നാടകങ്ങൾ, അവർ നാടകങ്ങൾക്ക് ദുഃഖാന്താണ് കൊടുക്കുക, ട്രാജഡി നാടകങ്ങളും. അതുപോലെ എപ്പിക്കുമേയും കുച്ച് സാമ്യം, രണ്ടും തമ്മിൽ അല്പം സാമ്യതയുണ്ട്. दोनों में भी महत्वपूर्ण विषय का ओज और प्रभावपूर्ण छंदों में പ്രതിപാദൻ കിയാ ജാത്താ ഹെ. രണ്ടിലും പ്രധാനപ്പെട്ട വിഷയങ്ങളെ വളരെ ആവേശോജ്വലമായിട്ടും മറ്റുള്ളവരിൽ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള വൃത്തങ്ങളിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്നു. വളരെ ആവേശകരമായിട്ട്, ആവേശകരവും അതുപോലെ അല്ലെങ്കിൽ ആവേശോജ്വലവും മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു എഫക്റ്റീവ് ഉണ്ടാക്കാൻ പറ്റുന്ന വൃത്തങ്ങളിലും പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടാവും. പർ ദോനോ കെ വിസ്താർ അവർ തത്വമേം അന്തർ ഭി ഹെ. പക്ഷേ എപ്പിക്കിലും മഹാകാവ്യത്തിലും തമ്മിൽ, അല്ലെങ്കിൽ എപ്പിക്കിലും ഈ ട്രാജഡി എന്ന് പറയുന്ന നാടകത്തിനും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ടെന്നാണ്. അരിസ്റ്റോട്ടിൽ കെ വിചാർ സെ കാവ്യ ഛന്ദോബദ്ധ ഭാഷാമേ ജീവൻ കാ അനുകരൺ കർത്താ ഹെ. അരിസ്റ്റോട്ടിൽ പറയുന്നത് കാവ്യം എന്നാൽ എന്ത്, ഛന്ദോബദ്ധ ഭാഷാമേ, വൃത്തനിബദ്ധമായ ഭാഷയിൽ, വൃത്താധിഷ്ഠിതമായിട്ടുള്ള ഭാഷയിൽ ജീവൻ കാ അനുകരൺ, ജീവിതത്തെ അനുകരിക്കുന്നതിനെയാണ് കാവ്യമെന്ന് പറയുക.
നാടകക്കെ സമാൻ കാര്യ ഉസ്മേ നഹീ രഹത്ത. നാടകത്തെ പോലെയുള്ള എന്താണ് പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു എപ്പിക്കിൽ ഉണ്ടാവില്ല. ഫിർ ഭി കഥാ കാ സംഘടൻ ഉസ്മേ നാടകക്കെ സമാൻ ഹി രഹത്ത ഹെ. എന്നാൽ അതിൽ ഇതിവൃത്തത്തിൻ്റെ സംയോജനം അതിൽ നാടകത്തെ പോലെ തന്നെ ആയിരിക്കും. അരിസ്റ്റോട്ടിൽ കെ ബാദ് ബിഡ, ട്രെസ്നോ, ജിറാഡി, ഷിൻഡോ, ബാവറ, ഷിലർ, ഹീഗേൽ ആദി പാശ്ചാത്യ സാഹിത്യകാരോ ने भी മഹാകാവ്യ की വ്യാഖ്യ की है. ഇവിടെ ചില പാശ്ചാത്യ നിരൂപകരുടെ പേരാണ് കൊടുത്തേക്കുന്നത്. ഇവരൊക്കെ ഈ സാഹിത്യകാരന്മാരൊക്കെ എന്ത് ചെയ്തു, മഹാകാവ്യത്തെ പറ്റി ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഉൻകി വ്യാഖ്യാവും കാ സംക്ഷിപ്ത വിവരൺ നിമ്നലിഖിത ഹെ. അപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ എന്താണ്, അത് താഴെ കൊടുക്കുന്നു എന്നാണ്. മഹാകാവ്യ വർണ്ണൻ പ്രധാനേക്ക് വിശാല കാവ്യ. മഹാകാവ്യം വർണ്ണനയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള വിശാലമായിട്ടുള്ള കാവ്യമാണ്. ഇസ്മേ വ്യക്തിക്ക് അപേക്ഷ ജാതി കോ മഹത്വ ദിയാ ജായ്. ഇത് പാശ്ചാത്യരുടെ കൺസെപ്റ്റാണ് കേട്ടോ. മഹാകാവ്യത്തിന് പാശ്ചാത്യർ നൽകുന്ന ഡെഫിനിഷനാണ്. വ്യക്തിയെ അപേക്ഷിച്ച് ജാതിക്കാണ് മഹത്വം കൊടുക്കുക, വർഗത്തിന് ആണ് മഹത്വം കൊടുക്കുക. ഇസി സെ മഹാകാവ്യമേ ജാതീയ സംഘർഷ ഭി ദിഖായ ജാത്ത ഹെ. അതുകൊണ്ട് മഹാകാവ്യത്തിൽ രണ്ട് ജാതികളുടെ, രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരുടെ സംഘർഷങ്ങളും കാണിക്കപ്പെടുന്നു. ഇസ്കാ വിഷയ പരമ്പരാസെ പ്രതിഷ്ഠിത് അവർ ലോകപ്രിയ ഹോത്താ ഹെ. എപ്പിക്കിൻ്റെ അല്ലെങ്കിൽ മഹാകാവ്യത്തിൻ്റെ പാശ്ചാത്യരുടെ രീതി അനുസരിച്ച് മഹാകാവ്യത്തിൻ്റെ ഇതിവൃത്തം പരമ്പരാഗതമായിട്ട് പ്രശസ്തമായിട്ടുള്ള, അതുപോലെ ജനപ്രീതി ആർജിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കണം അല്ലെങ്കിൽ സംഭവങ്ങളായിരിക്കണം. ഉസ്കെ പാത്ര ശൗര്യ ഗുണപ്രധാൻ ഹോത്തെ ഹെ. എപ്പിക്കിലുള്ള അല്ലെങ്കിൽ മഹാകാവ്യത്തിലുള്ള കഥാപാത്രങ്ങൾ ശൂരവീരന്മാരായിരിക്കണം, ശൗര്യഗുണം കൂടുതലുണ്ടാവണം. ഉൻകാ സമ്പർക്ക് ദേവതാവും സേ ഭി രഹത്ത ഹെ. കഥാപാത്രങ്ങൾ ദേവന്മാരോടൊപ്പം സമ്പർക്കമുള്ളവരാകണം. ഇസ്മേ നായകക്കോ ലേക്കർ സാരി കഥ ഏക ഹി സൂത്രമേ ബന്ധി രഹത്തി ഹെ. നായകനെ ചുറ്റിപ്പറ്റിയായിരിക്കണം കഥ ഒരു ചരടിൽ കോർക്കപ്പെട്ടതായിരിക്കണം. എപ്പിക് की ശൈലി ശാലീൻ പരിഷ്കൃത് और സാഹിത്യ ഹോനി ചാഹി. എപ്പിക്കിൻ്റെ ശൈലി സുന്ദരവും പരിഷ്കൃതമായിട്ടുള്ളതും സാഹിത്യപരമായിട്ടുള്ളതും ആകണം. ഇസ്മേ ഏക ഹി ഛന്ദ് കാ പ്രयोग किया जाए. എപ്പിക്കിൽ ഒരേ വൃത്തം മാത്രമേ ഉപയോഗിക്കാവുന്നതാണ്, ഒരേ വൃത്തം മാത്രം. മഹാകാവ്യക്ക് കഥാവസ്തു ഐതിഹാസിക ഹോനി ചാഹി. പിന്നെ കഥയെ പറ്റി എടുത്തു നോക്കിയാൽ അത് ചരിത്ര പ്രധാനമായിട്ടുള്ള കഥയായിരിക്കണം. യഹ് അധികാംശ പാശ്ചാത്യ വിദ്വാനോകാ മത് ഹെ. ഇതാണ് കൂടുതലും ഇത് കൂടുതലും പാശ്ചാത്യ വിദ്വാൻമാരുടെ അഭിപ്രായമാണ്. മഹാകാവ്യത്തിൻ്റെ കഥാവസ്തു എപ്പോഴും ചരിത്രത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കണം അല്ലെങ്കിൽ കഥാവസ്തു ആയിരിക്കണം. യഹ് അധികാംശ പാശ്ചാത്യ വിദ്വാനോകാ മത് ഹെ. ഉൻകെ അനുസാർ രോചകത കെ ലിയെ കാൽപ്പനിക കഥ കാ പ്രസംഗ ഭി കിയാ ജാ സക്താ ഹെ. ആ കഥയ്ക്കൊരു രോചകത കിട്ടാൻ വേണ്ടി, കഥ രസകരമായിരിക്കാൻ വേണ്ടി എഴുത്തുകാരൻ കാൽപ്പനിക കഥകളെയും അല്ലെങ്കിൽ കാൽപ്പനിക കഥകളുടെ സന്ദർഭങ്ങളെയും അയാൾക്ക് ആശ്രയിക്കാൻ പറ്റും. മഹാകാവ്യക്ക് കഥാവസ്തു ഇത്തനി വ്യാപക ഹോനി ചാഹിയെ. മഹാകാവ്യത്തിൻ്റെ കഥാവസ്തു വളരെ വിശാലമായിരിക്കണം. ഇസ്മേ ജീവൻ കെ സഭി അംഗോം കാ വർണ്ണൻ ഹോ സക്കെ. അതിൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും വർണ്ണിച്ചിരിക്കണം. സാത്ത് ഹി വഹ് വിസ്മയകാരി തത്വം സെ യുക്ത് സുസംഘടിത് ഹോന ചാഹിയെ. മാത്രമല്ല അതൊക്കെ വായിക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ആശ്ചര്യം ഉണ്ടാകണമെന്നാണ്. വിസ്മയകാരി തത്വങ്ങളെ കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ അതിശയം അല്ലെങ്കിൽ വിസ്മയം ഉണ്ടാക്കുന്ന ചില വിശേഷതകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സുസംഘടിതമായിട്ടുള്ള കഥാവസ്തുവായിരിക്കണം മഹാകാവ്യത്തിൽ ഉണ്ടാകേണ്ടത്. മഹാകാവ്യക്ക നായക് ഉദാത്ത് ഹോന ചാഹി. മഹാകാവ്യത്തിലെ നായകന്മാർ, കഥാവസ്തുവിനെ പറ്റി പറഞ്ഞു, അത് ചരിത്രപ്രധാനമായിട്ടുള്ള കഥാവസ്തു ആയിരിക്കണമെന്ന് പറഞ്ഞു. ഇനി മഹാകാവ്യത്തിൽ നായകന്മാരുണ്ടാകും, അവർ ഉദാത്ത് ഹോന ചാഹി. കേന്ദ്ര കഥാപാത്രത്തിനല്ലേ നായക് എന്ന് പറയുക, അത് ശ്രേഷ്ഠ കഥാപാത്രങ്ങളായിരിക്കണം. അവർ അന്യ ചരിത്ര ഭി മഹാൻ ഹോനെ ചാഹി. മറ്റുള്ള കഥാപാത്രങ്ങളും മഹാന്മാരായിരിക്കണം. സഭി ചരിത്രവും കെ ചിത്രം മേ ഗംഭീരത ഹോനി ചാഹി.
എല്ലാ കഥാപാത്രങ്ങളെയും വളരെ ഗാംഭീര്യത്തോടു കൂടിയായിരിക്കണം ചിത്രീകരിക്കേണ്ടത്. महाकाव्य की भाषा जनभाषा की बोलचाल की ഭാഷ से ഭിन्न होनी चाहिए. മഹാകാവ്യത്തിൻ്റെ ഭാഷ സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയിരിക്കണം. അതായത് സ്റ്റാൻഡേർഡുള്ള സാഹിത്യ ഭാഷ ആയിരിക്കണം എന്നർത്ഥം. ശൈലി അലങ്കൃതമായിട്ടുള്ള അലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഭാഷാശൈലി ആയിരിക്കണം. ഉസ്മേ ഛന്ദോं की ലയ് ഗരിമാമയി और सरल होनी चाहिए. അതിൽ വൃത്തങ്ങളെ ലയിപ്പിച്ചിരിക്കുന്നത്, ഏതൊരു വൃത്തത്തിലാണോ ആ കഥ അല്ലെങ്കിൽ കവിത വർണ്ണിക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമായതും ലളിതവുമായിരിക്കണം. മാത്ര ബഡേ ആകാർ കെ കാരൻ കോയി മഹാകാവ്യ നഹീം കഹലാ സക്തേ. വിശാലമായിട്ടുള്ള ആകൃതി ഉള്ളത് കൊണ്ട് മാത്രം, ഒരുപാട് പേജുകളുണ്ട്, 2000 പേജൊക്കെ ഉണ്ട് എന്നിരിക്കട്ടെ, അതൊരു അങ്ങനെയുള്ള മഹാകാവ്യത്തെ ഒരിക്കലും മഹാകാവ്യം എന്ന് പറയാൻ പറ്റില്ല. ജബ് ഉസ്കി ശൈലി മഹാകാവ്യ കി ശൈലി ഹോഗി തഭി വഹ് മഹാകാവ്യ മാനാ ജായേഗ. 100 അല്ലെങ്കിൽ 2000 പേജുണ്ട്, പക്ഷേ അതിൻ്റെ ശൈലി മഹാകാവ്യത്തിൻ്റെ ശൈലി ആയിരിക്കണം. എങ്കിൽ മാത്രമേ അതിനെ മഹാകാവ്യം എന്ന് കണക്കാക്കാൻ പറ്റുള്ളൂ. पाश्चात्य विद्वान महाकाव्य को जीवन और समाज का व्यापक चित्रण करने में सक्षम वर्णन प्रधान काव्य के रूप में स्वीकार करते हैं. പാശ്ചാത്യ വിദ്വാൻമാർ മഹാകാവ്യത്തെ ജീവൻ और समाज का व्यापक चित्रण करने में, ഒരു ജീവിതത്തെയും സമൂഹത്തെയും വിശാലമായ തലത്തിൽ വർണ്ണിക്കാൻ കഴിവുള്ള വർണ്ണനാപ്രധാനമായിട്ടുള്ള കാവ്യമായിട്ടാണ് മഹാകാവ്യത്തെ പാശ്ചാത്യ വിദ്വാൻമാർ സ്വീകരിച്ചിട്ടുള്ളത്. ജീവിതത്തെയും സമൂഹത്തെയും വിശാലമായി ചിത്രീകരിക്കാൻ കഴിവുള്ള വർണ്ണനയ്ക്ക് പ്രാധാന്യമുള്ള കാവ്യത്തിൻ്റെ രൂപത്തിലാണ് പാശ്ചാത്യ വിദ്വാൻമാർ മഹാകാവ്യത്തെ അംഗീകരിച്ചിരിക്കുന്നത്. महाकाव्य के उद्देश्य के अनुसार वह नैतिकता को आश्रय देने वाला महान धार्मिक तत्वों से समन्वित स्पष्ट और प्रतीकात्मक रूप में होना चाहिए. മഹാകാവ്യത്തിൻ്റെ ഉദ്ദേശം അനുസരിച്ച് അതിനൊരു മൊറാലിറ്റി വേണം, ഒരു ധാർമ്മികത വേണം. അതിൻ്റെ ഉദ്ദേശത്തിൽ പിന്നെ ധാർമ്മികതയെ ആശ്രയിക്കുന്നതായിരിക്കണം, മഹത്തായ ധാർമ്മിക തത്വങ്ങളെ കൊണ്ട് സമന്വയിപ്പിച്ചതായിരിക്കണം, വ്യക്തമായിരിക്കണം, അതുപോലെ പ്രതീകാത്മകമായിട്ട് ആയിരിക്കണം അതിലുള്ള ഉദ്ദേശം നമ്മുടെ മുന്നിൽ എത്തേണ്ടത്. അതിൽ ധാർമ്മിക ബോധമുള്ള ഉദ്ദേശങ്ങളായിരിക്കണം. അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവും, ഒരു ധാർമ്മികത ഉണ്ടാകണം, അതാണ്. പിന്നെ അത് വ്യക്തമാവണം, ലേഖൻ്റെ ഉദ്ദേശം ഇതാണ്. അതുപോലെ സിംബോളിക്കുമായിരിക്കണം, പ്രതീകാത്മകവുമായിരിക്കണം. പ്രഗീത് की अपेक्षा एपिक में सार्वभौमिकता का गुण अधिक होने चाहिए. പ്രഗീത് की അപേക്ഷ, ഒരുപാട് ഗാനങ്ങൾ വേണമെങ്കിൽ ഗാനരൂപത്തിൽ വേണമെങ്കിൽ എഴുതാം. അതിനെ അപേക്ഷിച്ച് സാർവഭൗമികത കാ ഗുണ അധിക ഹോനി ചാഹി, അത് വായിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും അത് ഉപകാരപ്രദമായിരിക്കണം, അതാണ്. ഉസ്മേ രാഷ്ട്രീയത और ക്ഷേത്രീയ വിശേഷ കാ സമാവേശ് അച്ഛേ മഹാകാവ്യ കെ ലക്ഷൺ ഹേ. ഇതിൽ ഉസ്മയും വേണ്ട കേട്ടോ. രാഷ്ട്രീയതയും പ്രാദേശികമായിട്ടുള്ള വിശേഷതകളും ഒക്കെ ഒത്തിണങ്ങിയാൽ മാത്രമേ അത് നല്ലൊരു മഹാകാവ്യം ആവുകയുള്ളൂ എന്നാണ് പാശ്ചാത്യ പണ്ഡിതന്മാർ പറയുന്നത്. ഇനി മഹാകാവ്യത്തെ സംബന്ധിച്ച് ഭാരതീയരുടെ ധാരണ എന്താണ്? ഭാരതീയർ മഹാകാവ്യത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മഹാകാവ്യ കാ ശബ്ദാർത്ഥ ഹേ മഹാൻ അർത്ഥാത് महत्वपूर्ण घटनाओं का वर्णन करने वाला കാവ്യ. മഹാകാവ്യം എന്നുള്ള വാക്കിൻ്റെ ശബ്ദാർത്ഥം എന്താണ്? വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹത്തായ, അതായത് പ്രധാനപ്പെട്ട സംഭവങ്ങളെ വർണ്ണിക്കുന്ന കാവ്യം. മഹാഭാരത് കെ ലക്ഷണവും കാ വിവേചൻ സംസ്കൃത കെ ആചാര്യനെ കിയാ ഹെ. മഹാഭാരതത്തിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി സംസ്കൃത ആചാര്യന്മാർ പ്രതിപാദിച്ചിട്ടുണ്ട്. അഗ്നിപുരാണ്, കാവ്യാദർശ്, സാഹിത്യ ദർപ്പൺ ആദി ഗ്രന്ഥവുമേ മഹാകാവ്യ കെ ലക്ഷൺ ഹംകോ പ്രാപ്ത് ഹോത്തെ ഹേ. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ മഹാകാവ്യത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. കാവ്യാദർശ് കെ ലേഖക് ദണ്ഡി കെ വിചാർ മേം മഹാകാവ്യ കി കഥ സർഗോ മേം വിഭക്ത് ഹോത്തി ഹേ. കാവ്യാദർശം എന്നുള്ള ബുക്കിൻ്റെ ലേഖകനായിട്ടുള്ള ദണ്ഡി. അപ്പോൾ ഇത് ഓർത്തോളണം, ഈ 1 വേർഡൊക്കെ ഇത് ചോദിക്കും കേട്ടോ.
ദണ്ഡി എന്നുള്ള ആചാര്യൻ്റെ ബുക്കിൻ്റെ പേരാണ് കാവ്യാദർശാണ്. അതിൽ അദ്ദേഹം പറയുന്നത് മഹാകാവ്യത്തിൻ്റെ കഥ സർഗങ്ങളായിട്ട് വിഭജിക്കപ്പെടണം. പല അധ്യായങ്ങളായിട്ട് വേണം മഹാകാവ്യത്തിൻ്റെ കഥ വിഭജിക്കപ്പെടേണ്ടത്. വഹ് ഇതിഹാസ് പ്രസിദ്ധ് അഥവാ ലോകവിശ്രുത ഹോത്തി ഹെ. കഥ എപ്പോഴും ചരിത്ര പ്രസിദ്ധവും എല്ലാവരും കേട്ടിട്ടുള്ളതും ആയിരിക്കണം. സർഗോं के संबंध में यह बताया गया कि वह न तो അതിദീർഘ ഹോ ന അതിലഘു. ഓരോ സർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നത്, ഓരോ സർഗം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ദീർഘവും ആവാൻ പാടില്ല, ചെറുതും ആവാൻ പാടില്ല. ഒരുപാട് പേജുകളിൽ വർണ്ണിക്കാനും പറ്റില്ല, കുറച്ച് പേജുകളിലും വർണ്ണിക്കാൻ പറ്റില്ല. ഓരോ സർഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു വലിപ്പമേ വരാവൂ എന്നാണ്. കഥാനക്കുമേം ഭവ്യത ഹോനി ചാഹിയെ. ഇതിവൃത്തത്തിൽ ശ്രേഷ്ഠതയുണ്ടാകണം. സംസ്കൃതയ്ക്ക് ആചാര്യനെ മഹാകാവ്യക്ക് കുച്ച് വർണ്ണനോं को പ്രകൃതി ചിത്रण के द्वारा किया गया है. സംസ്കൃത ആചാര്യന്മാർ മഹാകാവ്യത്തിൻ്റെ ചില വർണ്ണനകളെ പ്രകൃതി ചിത്രണം മുഖേന നടത്തപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മഹാകാവ്യത്തിലെ ചില വർണ്ണനകളെ പ്രകൃതി ചിത്രണത്തിലൂടെ വർണ്ണിച്ചിട്ടുണ്ട്. उसमें मानव प्रकृति के साथ ബാഹ്യ പ്രകൃതി കാ വർണ്ണൻ भी अनिवार्य है. മഹാകാവ്യത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തോടൊപ്പം ബാഹ്യപ്രകൃതി, നമ്മുടെ കാണുന്ന നേച്ചർ പറയില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട വർണ്ണനയും അനിവാര്യമാണ്. നഗർ, ഗ്രാം, സൂര്യോദയ്, സൂര്യാസ്ത്, ചന്ദ്രോദയ്, ഉദ്യാൻ, ശൈൽ, ജൽക്രീഡ ആദി കാ വർണ്ണൻ മഹാകാവ്യമേ ഇസ് ഉദ്ദേശ്യസേ കിയാ ജാത്ത ഹെ. മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമല്ല പുറമേയുള്ള കാര്യങ്ങളും വർണ്ണിക്കണമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? നഗരം, ഗ്രാമം, സൂര്യോദയം, സൂര്യാസ്തം, ചന്ദ്രോദയം, ഉദ്യാനം, പർവ്വതം, ജലക്രീഡ തുടങ്ങിയവയെ മഹാകാവ്യത്തിൽ വർണ്ണിക്കേണ്ടത് ഈ ഉദ്ദേശത്തിലാണ്. മഹാകാവ്യके कथानक में संबद्ध तथा चारुता लाने की दृष्टि से कुछ नियमों का पालन आवश्यक माना गया है. മഹാകാവ്യത്തിൻ്റെ ഇതിവൃത്തത്തിൽ ഒരു കണക്ടിവിറ്റി, സമ്പദ്ധത, അതുപോലെ ചാരുത, ഒരു ഭംഗിയൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ചില നിയമങ്ങളെ പാലിക്കേണ്ടത് അനിവാര്യമാണ്. മഹാകാവ്യമേ മംഗൾ കാ വിധാൻ ഹേ. മംഗളഗാനം. മഹാകാവ്യത്തിൽ തുടക്കത്തിൽ ഒരു മംഗളഗാനം ആവശ്യമാണ്. ഒരെണ്ണം തന്നെ ആവണമെന്നില്ല. മഹാകവിക്ക് ആരെയാണോ സ്മരിക്കേണ്ടത് അത് മഹാകാവ്യത്തിൻ്റെ തുടക്കത്തിൽ കാണും. പ്രാരംഭമേ ആശീർവചൻ, സ്തുതി യാ കഥാവസ്തു കാ സങ്കേത് ഹോനാ ചാഹിയെ. തുടക്കത്തിൽ തന്നെ ദൈവത്തിന് അനുഗ്രഹം കിട്ടാൻ വേണ്ടി സ്തുതിക്കുക, അതല്ല കഥാവസ്തുവിൻ്റെ ഒരു സൂചന, ഇതൊക്കെ കിട്ടണം. മഹാകാവ്യ കാ നായക് ദേവത അഭിജാത് കുൽ കാ ക്ഷത്രി അഥവാ സത് വംശജ് ഹോ സക്ത ഹെ. കഥാപാത്രങ്ങളെ പറ്റി എടുത്തു നോക്കിയാൽ മഹാകാവ്യത്തിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു ദേവനോ, ഒരു ഉന്നത കുലജാതനായിട്ടുള്ള ക്ഷത്രിയനോ അല്ലെങ്കിൽ സത് വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയോ ആകാം, നല്ല വംശത്തിൽപ്പെട്ട ഒരു വ്യക്തിയോ ആകാം. നായക് ഏക് ഹി വംശിക്ക ഏക് ഹി വ്യക്തി അഥവാ ബഹുത് സേ വ്യക്തി ഹോ സക്ത ഹെ. നായകൻ ഒരു വംശത്തിലെ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നായകൻ ഒന്നിൽ കൂടുതൽ വ്യക്തികളും ആകാം. നായകോമേ ഉദാത്തത ഹോനി ചാഹിയെ. നായക കഥാപാത്രങ്ങൾക്ക് ഒരു ശ്രേഷ്ഠത ഉണ്ടാവണം. വഹ് ലോകവും കേലി ആദർശ ഹോ. നായക കഥാപാത്രം എപ്പോഴും ജനങ്ങൾക്ക് ആദർശ കഥാപാത്രമായിരിക്കണം. ലോക് ഉസ്കെ അനുകരൺ പർ ജീവൻ കോ സുന്ദർ ബനാ സകെ. ആൾക്കാർ ആ കഥാപാത്രത്തെ അനുകരിച്ചുകൊണ്ട് ജീവിതത്തെ സുന്ദരമാക്കി മാറ്റണം. ആദർശ ഗുണവും കെ അഭാവമേ വഹ് ലോകവും കോ ആകർഷക നഹി ഹോക. അയാൾക്ക് നല്ല ഗുണങ്ങളില്ല എങ്കിലോ ഒരിക്കലും ആ കഥാപാത്രത്തിന് ജനങ്ങളെ ആകർഷിപ്പിക്കാൻ, തന്നിലേക്ക് അടുപ്പിക്കാൻ അയാൾക്ക് സാധിക്കില്ല.